ഒരുപക്ഷെ നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും, ആൽക്കമിസ്റ്റിലെ പ്രശസ്തമായ വരിയാണ്, വെൻ യു റിയലി വോണ്ട് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് കോൺസ്പയർസ് സോ ദാറ്റ് യുവർ വിഷ് കംസ് ട്രൂ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് സാധിച്ചു തരാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ്. സ്യൂഡോ സ്പിരിച്വാലിറ്റി എന്നൊക്കെ ക്രിട്ടിക്കുകൾ വിശേഷിപ്പിക്കാറുള്ള ഇതുപോലൊരു ആശയത്തെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ചുറ്റുവട്ടം അത് സാധിച്ചു തരാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു അനുഭവ കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതൊരു പെൻഡ്രൈവിൻ്റെ കഥയാണ്, ശരിക്കും നടന്ന കഥ. വർഷങ്ങളായിട്ട് ഞാൻ സൂക്ഷിക്കുകയും സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന പെൻഡ്രൈവാണ് എൻ്റെ ഇഷ്ടഗാനങ്ങളുടെ സൂക്ഷിപ്പുകാരൻ കുഞ്ഞൻ. കഴിഞ്ഞ ആഴ്ച എൻ്റെ പഴയ മ്യൂസിക് പ്ലെയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞനെ ഞാൻ മുകളിൽ കൊണ്ടുപോയി ബാൽക്കണിയിൽ തൂണിൻ്റെ സൈഡിൽ വെച്ചു. പിന്നെ ഞാനതങ്ങ് മറന്നേ. പിറ്റേന്ന് അത് ഓർത്തിട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ ആളവിടെ ഇല്ല. കാക്ക കൊത്തിക്കൊണ്ടുപോയി കാണുമെന്ന് പെട്ടെന്നൊരു ഉൾവിളി. ഞാനത് ചിന്തിച്ചതേ ഉള്ളൂ, അപ്പം തന്നെ ഒരു കാക്കക്കള്ളം പ്രത്യക്ഷപ്പെടുകയും ആ കൈവരിയിൽ ഇത്തിരി നേരം വിശ്രമിച്ചിട്ട് എങ്ങോട്ടോ പറന്നു പോവുകയും ചെയ്തു. ആ പക്ഷിയുടെ അതിരുകളില്ലാത്ത സഞ്ചാരപഥത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ എൻ്റെ പ്രതീക്ഷ ഏറെക്കുറെ നഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ആണെങ്കിൽ നാട്ടുമ്പുറാണ്, ചുറ്റിലും കാടും തോടും പുല്ലും കുളവും കരിയിലും ഒക്കെ തന്നെ. നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നടക്കുന്ന വഴിയിലൊക്കെ കണ്ണും മനസ്സും ഒക്കെ കുഞ്ഞനായിട്ട് പരതുകയാണ്. അതെനിക്ക് എത്ര ഇഷ്ടമായിരുന്നു എന്ന് അപ്പോഴാണ് തിരിച്ചറിയണത് തന്നെ. ഈ മോഡൽ ഞാൻ അമ്മയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലൊരെണ്ണം എവിടെയെങ്കിലും കണ്ടു കിട്ടിയാൽ കളയാതെ എടുത്ത് വയ്ക്കണമെന്ന്. പിറ്റേന്ന് ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അമ്മ കുഞ്ഞനെ എൻ്റെ കൈവെള്ളയെ വെച്ച് തന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കൃഷി ആവശ്യത്തിനോ മറ്റേ കരിയില വരണ്ടിയപ്പോൾ കണ്ണിപ്പെട്ടതാണ്. മോഡൽ കാണിച്ചില്ല എന്നെങ്കിൽ ഒരുപക്ഷെ അത് തിരിച്ചറിയാതെ അമ്മ അത് ഏതെങ്കിലും തടത്തിലിട്ട് മൂടുമായിരുന്നു. ഏതായാലും രണ്ടാം വരവിൽ കുഞ്ഞിനോട് എനിക്ക് പെരുത്തിഷ്ടമാണ്. കാരണം എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു എന്നൊരവസ്ഥയിൽ നിന്ന് വീണ്ടും എന്നെ തേടിയെത്തി. നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും എന്ന് സ്നേഹാർദ്രമായിട്ട് മൊഴിയുന്ന ഒരു ആത്മമിത്രത്തെ പോലെ കുഞ്ഞൻ ഇന്നും പ്രിയ ഗാനങ്ങൾ എനിക്ക് വേണ്ടി മൂളിക്കൊണ്ടേയിരിക്കുന്നു. വിഷു കിളി കണി പൂകൊണ്ടുവാ, മലർക്കുടന്നയിൽ തേനുണ്ണാൻ വാ.